നമസ്കാരം, അനിൽകുമാർ ഇക്കോൺ ലാബിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സെക്കൻഡ് ടേമിനൽ ഇക്കണോമിക്സ് പരീക്ഷയ്ക്ക് പഠിച്ചു പോകേണ്ട ചാപ്റ്റേഴ്സും ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുകയാണെങ്കിൽ ഈ സെക്കൻഡ് ടേം എക്സാമിന് നിങ്ങൾക്ക് A+ നേടാൻ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് സാധിക്കുന്നതാണ്. മാത്രമല്ല, നമ്മുടെ ഫൈനൽ പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിന് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകും എന്നതിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഈ വർഷം സെക്കൻഡ് ടേം എക്സാമിന് പഠിച്ചു പോകേണ്ട മൈക്രോ ഇക്കണോമിക്സിൽ നിന്നും മാക്രോ ഇക്കണോമിക്സിൽ നിന്നും എത്ര ചാപ്റ്റേഴ്സ് ആണ് എന്ന് ആദ്യം ഒന്ന് പരിശോധിക്കാം. മൈക്രോ ഇക്കണോമിക്സിൽ നിന്ന് 1 മുതൽ 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മാക്രോ ഇക്കണോമിക്സിൽ നിന്ന് 1 മുതൽ 4 ചാപ്റ്റേഴ്സ് ആണ്. അതായത് മൈക്രോ ഇക്കണോമിക്സിൽ നിന്ന് 5 ചാപ്റ്റർ, മാക്രോ ഇക്കണോമിക്സിൽ നിന്ന് 4 ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും എന്ന് ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായിട്ട് നിങ്ങളിത് ഫോളോ ചെയ്യുക. കിട്ടുന്ന സമയം കൊണ്ട് നിങ്ങളിത് പഠിച്ചെടുക്കാൻ ശ്രമം നടത്തുക. A+ ഉറപ്പായിട്ടും നേടാൻ കഴിയും എന്നുള്ളത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സ്. മൈക്രോ ഇക്കണോമിക്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സ്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്ക് PPC ആണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അഥവാ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അഥവാ പ്രൊഡക്ഷൻ ട്രാൻസ്ഫോർമേഷൻ കർവ് എന്ന് പറയും. ഉൽപാദന സാധ്യതാ വക്രം. ഓക്കെ, ഇത് മലയാളത്തിൽ എഴുതുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കും ഒരുപോലെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു ചോദ്യം നമുക്ക് 2 രീതിയിലാണ് വരുന്നത്. ഒന്നുകിൽ നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ PPC എഴുതി അത് വരയ്ക്കാൻ വേണ്ടി പറയും. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുന്ന ആ ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് ചിലപ്പോൾ 1 വേർഡിൽ ചോദിക്കാം. അത് സാമുവൽസൺ ആണ്, PA സാമുവൽസൺ ആണ്. ഈ ചോദ്യം രണ്ടാമത്തെ ഒരു സ്റ്റൈലിൽ ചോദിക്കുന്നത്, നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ PPCയുടെ കർവ് തന്നിട്ട് അതിൽ 3 കാര്യങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടി പറയും. അത് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, ഫുള്ളി യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഇങ്ങനെയുള്ള 3 കാര്യങ്ങളായിരിക്കും. അതായത് വിഭവങ്ങളുടെ അമിത ഉപയോഗം, വിഭവങ്ങളുടെ പൂർണ്ണ ഉപയോഗം, വിഭവങ്ങളുടെ ഭാഗിക ഉപയോഗം. ഈ രീതിയിലും ആ ചോദ്യം വരാവുന്നതാണ്. അപ്പോൾ PPC എന്ന് പറയുന്ന ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. എന്തായാലും നമ്മളിത് മുൻപത്തെ, അതായത് നമ്മൾ സ്കൂളിൽ നടന്ന ഫസ്റ്റ് ടേം എക്സാമിന് നമ്മൾ പഠിച്ചതായിരിക്കും. 1 മുതൽ 3 വരെയുള്ള ചാപ്റ്റേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സ്കൂളുകളിൽ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ചാപ്റ്റേഴ്സിൽ ആ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഈ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചതാണ്. അതുപോലെ തന്നെ റിവാർഡും അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതിൻ്റെ റിവാർഡും ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ MOC മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ്, അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് കൂടെ ഒന്ന് ഓർമ്മയിൽ വെക്കണം കേട്ടോ. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ ഓഫ് ഇക്കോണമിക് ആക്ടിവിറ്റീസിൻ്റെ അതായത് വ്യത്യസ്ത തരം ഓർഗനൈസേഷൻസ് ഉണ്ടാവും. ഓർഗനൈസേഷൻസ് എങ്ങനെയാണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് നടത്തുന്നത്, അതായത് വിവിധ തരം സമ്പദ് വ്യവസ്ഥകളിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്. ആ വിവിധ തരം സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് സെൻട്രലി പ്ലാൻഡ് എക്കോണമി, മാർക്കറ്റ് എക്കോണമി, മിക്സഡ് എക്കോണമി, അതൊക്കെ അറിയാലോ. അപ്പോൾ ഓരോ എക്കോണമിയിലും ആരൊക്കെയാണ് അവിടെ കേന്ദ്രീയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പരിഹാരം കാണുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് പഠിച്ചു പോകേണ്ട മറ്റൊരു ചോദ്യമാണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. ഇതൊക്കെ നമുക്ക് പച്ചവെള്ളം പോലെ അറിയാവുന്നതാണ്, എന്നാലും നോട്ട് ചെയ്യേണ്ട കാര്യം കേട്ടോ. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻറ്റ് ചോദിക്കാം. ആ ചോദ്യം തന്നെ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് തന്നിട്ട് അത് പട്ടികപ്പെടുത്താൻ വേണ്ടി മൈക്രോ എക്കണോമിക്സ് എന്നൊരു കോളവും മാക്രോ എക്കണോമിക്സ് എന്നൊരു കോളം ഉണ്ടാക്കിയിട്ട് പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ ആണ്. തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയറിൽ ബജറ്റ് സെറ്റ് കാണാനുള്ള സമവാക്യം പഠിക്കണം. അതുപോലെ തന്നെ ബജറ്റ് ലൈൻ എന്താണെന്ന് ചോദിക്കും. ബജറ്റ് ലൈൻ എന്താണ്, ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ പഠിക്കുക, ബജറ്റ് ലൈൻ കർവ് വരയ്ക്കുക, ബജറ്റ് ലൈൻ്റെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, അതുപോലെ തന്നെ സ്ലോപ്പ് ഓഫ് ദ ബജറ്റ് ലൈൻ. ഓക്കെ, അതൊക്കെ പഠിക്കുക കേട്ടോ. 8 മാർക്ക് വരെ ചോദ്യം വരുന്നൊരു ഭാഗമാണത്. ഓക്കെ, ബജറ്റ് ലൈൻ എന്താണ്, ബജറ്റ് ലൈൻ്റെ കർവ് എന്താണ്, കർവ് എങ്ങനെയാണെന്നുള്ളത്, അതുപോലെ തന്നെ ബജറ്റ് ലൈൻ്റെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, സ്ലോപ്പ് ഓഫ് ദ ബജറ്റ് ലൈൻ. ഓക്കെ, അതിൻ്റെ ഇക്വേഷനൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അത് കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു ചോദ്യമാണ്.
അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മറ്റൊന്ന് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ MRS എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അത് Δx2 ഡിവൈഡഡ് ബൈ Δx1 ആണ്. പിന്നെ ഇൻഡിഫറൻസ് കർവ് പഠിക്കണം, നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ട ഒരു ഭാഗമാണ് ഇൻഡിഫറൻസ് കർവ്, അതായത് IC എന്ന് പറയും, നിസ്സംഗതാ വക്രം. ഓക്കെ, നിസ്സംഗതാ വക്രം എന്താണ്, അത് ചിത്രം വരച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറയും. അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ്, പ്രത്യേകതകൾ ചോദിക്കും. അതുപോലെ നിസ്സംഗതാ മാപ്പ്, ഇൻഡിഫറൻസ് മാപ്പ് ചോദിക്കും, IC മാപ്പ് ചോദിക്കും കേട്ടോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്ന് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഉണ്ട്. അത് നമുക്കൊരു 5 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്, 4-5 മാർക്കിന് ചോദിക്കുന്നതാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിൻ്റെ ചോദ്യം നേരിട്ട് അങ്ങനെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്നല്ല ചോദിക്കുക, അതായത് ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് എ കൺസ്യൂമർ എന്നാണ് ഉണ്ടാവുക. ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് എ കൺസ്യൂമർ എക്സ്പ്ലെയിൻ വിത്ത് ഗ്രാഫ്, ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, ദെൻ മറ്റൊന്ന് ഡിമാൻഡുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത് വൈ ഡസ് ഡിമാൻഡ് റൈസ് വെൻ പ്രൈസ് ഫാൾസ്, അതായത് പ്രൈസ് ഫാൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഡിമാൻഡ് റൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യമുണ്ട്. അത് നമുക്കറിയാം, അത് പ്രൈസ് ഇഫക്റ്റ് ആണ് മെയിൻ കോസ്. ആ പ്രൈസ് ഇഫക്റ്റിനെ നമ്മൾ 2 ഭാഗങ്ങളാക്കി തരംതിരിക്കുന്നുണ്ട്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ്, രണ്ടാമത്തേത് ഇൻകം ഇഫക്റ്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം, സ്ഥിരം ചോദ്യങ്ങളാണ്. ഓക്കെ, അതുപോലെ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി, അതായത് ഒരു വസ്തുവിൻ്റെ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്. നമുക്കറിയാം 4 ഘടകങ്ങളുണ്ട്, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, അതുപോലെ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, പിന്നെന്താണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദ കൺസ്യൂമർ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ചേഞ്ചസ് ഇൻ ഡിമാൻഡ്, അതും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് 2 തരത്തിലുണ്ട്, മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ്, ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ്. ഈ മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവിനെ വീണ്ടും 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്, എക്സ്പാൻഷൻ ഡിമാൻഡ് ആൻഡ് കോൺട്രാക്ഷൻ ഡിമാൻഡ്. അത് വ്യത്യാസം ചോദിക്കാറുണ്ട്, എക്സ്പാൻഷൻ ഡിമാൻഡും കോൺട്രാക്ഷൻ ഡിമാൻഡും വ്യത്യാസം ചോദിക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അതുപോലെ നമ്മുടെ ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഡിഗ്രികൾ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഡിഗ്രികൾ 5 ഡിഗ്രികളുണ്ട്, അത് പഠിക്കണം. ഓക്കെ, ചോദന ഇലാസ്തികതയുടെ അളവുകൾ എന്നാണ് ചോദ്യം ഉണ്ടാവുക മലയാളത്തിൽ. ഓക്കെ, അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ 2nd ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇനി 3rd ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന 3rd ചാപ്റ്ററിൽ ഇവിടെ നമുക്ക് 2 തരത്തിലുള്ള പ്രൊഡക്ഷനുകളുണ്ട്. ഒന്ന് ഷോർട്ട് റൺ ആണ്, രണ്ടാമത്തെ ലോങ് റൺ ആണ്, അത് പഠിക്കണം. അതുപോലെ 3 തരം പ്രോഡക്റ്റുകളുണ്ട്, TP, AP, MP. അതിൽ TPയും അതുപോലെ തന്നെ Q എന്നും TP എന്നും ഒരു കോളത്തിൽ തന്നിട്ട്, 2 കോളത്തിൽ, ആദ്യത്തെ കോളത്തിൽ Q എന്നും രണ്ടാമത്തെ കോളത്തിൽ TP എന്നും തന്നിട്ട് ബാക്കി APയും MPയും കാണാൻ വേണ്ടി പറയും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോയാൽ മതി, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി ഉണ്ട് 5 മാർക്കിൻ്റെ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് അല്ലെങ്കിൽ ഡിമിനിഷിങ് മാർജിനൽ പ്രോഡക്റ്റ് തിയറി എന്ന് പറയും. അതായത് TP, AP, MP എന്നീ പ്രോഡക്റ്റുകൾ 3 ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതിനെ കാണിക്കുന്നതാണ്. കൃത്യമായിട്ട് നിങ്ങളത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. കോബ് ഡഗ്ലസ് എന്നീ 2 അമേരിക്കൻ എക്കണോമിസ്റ്റുകൾ തയ്യാറാക്കിയതാണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇക്വേഷൻ ആണ്. അതിൻ്റെ ഇക്വേഷൻ പറയുന്നത് Q = x1 raised to alpha x2 raised to beta എന്നാണ് പഠിക്കുക. അതുപോലെ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സേ ചോദിക്കുകയാണെങ്കിൽ അത് കോസ്റ്റിനെ സംബന്ധിച്ചുള്ളതായിരിക്കും. 3 കോളം കോസ്റ്റ് തരും, അതായത് Q, അതുപോലെ തന്നെ TFC, TC എന്നിവ തരും, അല്ലെങ്കിൽ TVC, ഏതെങ്കിലും 3 കോസ്റ്റ് തന്നിട്ട് ബാക്കിയുള്ളത്, അതായത് AC, MC, AFC, AVC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ വരാറുണ്ട്. 8 മാർക്കിൻ്റെ ചോദ്യമാണത്. അതുപോലെ ഓരോ കർവും, അതായത് ഓരോ കോസ്റ്റ് കർവിൻ്റെയും ഷേപ്പ് പഠിക്കണം. AFC കർവിൻ്റെ ഷേപ്പ് കൃത്യമായിട്ട് പഠിക്കുക. AFC കർവിൻ്റെ ഷേപ്പ് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. റെക്ടാങ്കുലർ ഹൈപ്പർബോള AFC എന്ന് പറയുന്ന കോസ്റ്റ് കർവിൻ്റെ ഷേപ്പ് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. അതുപോലെ TVC കർവിൻ്റെ ഷേപ്പ് തല തിരിഞ്ഞ S ആകൃതിയാണ്, ഇൻവേർട്ടഡ് S ആകൃതി എന്നാണ്. അതുപോലെ പിന്നെ TVC ആയാലും അതുപോലെ തന്നെ AC, MC അതൊക്കെ U ഷേപ്പ്ഡ് കർവുകളാണ് കേട്ടോ.
ABC, AC, MC ഇതൊക്കെ യു ഷേപ്പ്ഡ് കർവുകളാണ്, മറക്കണ്ട. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊന്നാണ് AC, MC തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. AC, MC തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് പഠിക്കണം. നാലാമത്തെ ചാപ്റ്റർ പറയുന്നത് തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഇവിടെ നിന്ന് എന്തായാലും 2 ചോദ്യം ഉറപ്പാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കും. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്ന് പഠിച്ചാലും ഫീച്ചേഴ്സ് പഠിച്ചാൽ രണ്ടും ഒരേ ആൻസേഴ്സ് ആണ്. അതുകൊണ്ട് ഫീച്ചേഴ്സ് പഠിച്ചു പോവുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 6 പോയിന്റെങ്കിലും പഠിച്ചു പോകണം. തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്ററിലാണ് ഫീച്ചേഴ്സ് പഠിക്കുക കേട്ടോ. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുക. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ചിലപ്പോൾ ചോദിക്കാം TR, AR, MR തമ്മിലുള്ള റിലേഷൻ, അത് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. നമ്മൾ നേരത്തെ TPAP, MP പറഞ്ഞ പോലെ തന്നെ ഇവിടെ TR, AR, MR, അത് ക്യൂവും അതുപോലെ TRും തന്നിട്ട് AR, MRും കാണാൻ വേണ്ടി പറഞ്ഞേക്കാം. ഓക്കെ, അതുപോലെ ഇതിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള 5 മാർക്കിൻ്റെ ചോദ്യമാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പൂർണ്ണ മത്സര കമ്പോളത്തിൽ എങ്ങനെയാണ് ഒരു സ്ഥാപനം ലാഭം പരമാവധി ആക്കുന്നത് എന്നോ, അല്ലെങ്കിൽ അങ്ങനെ ലാഭം പരമാവധി ആക്കാൻ വേണ്ടി ഒരു സ്ഥാപനം ത്തിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? 3 കണ്ടീഷൻസ് ഉണ്ട്, അതും ചോദിക്കാവുന്നതാണ്. പിന്നെ ഇതിൽ ഷട്ട് ഡൗൺ പോയിന്റ് ഉണ്ട്, അടച്ചുപൂട്ടൽ ബിന്ദു പഠിക്കണം. അതുപോലെ തന്നെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് പഠിക്കണം. അതുപോലെ ബ്രേക്ക് ഈവൺ പോയിന്റ് പഠിക്കണം. ഓക്കെ, ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും വരുന്നതാണ്. ഓക്കെ, അതുപോലെ ഡിറ്റർമിനൻസ് ഓഫ് എ ഫേംസ് സപ്ലൈ കർവ്, ഒരു ഫേമിന്റെ സപ്ലൈ കർവിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു സ്ഥാപനത്തിന്റെ പ്രധാന വക്രത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ, ഒന്ന് ടെക്നിക്കൽ പ്രോഗ്രസ് ആണ്, രണ്ടാമത്തെ ഇൻപുട്ട് പ്രൈസസ് ആണ്, മൂന്നാമത്തെ യൂണിറ്റ് ടാക്സ് ആണ്. അപ്പോൾ ആ 3 ആൻസേഴ്സേ ഉള്ളത്, കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ സപ്ലൈ ഫംഗ്ഷൻ വരുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് സപ്ലൈ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ട് സപ്ലൈ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡിമാൻഡിൽ പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അങ്ങനെയുള്ളൊരു കാര്യം ഇവിടെ ഉണ്ട്. അതുപോലെ ഡിമാൻഡിൽ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്, അവിടെ ഡിമാൻഡ് മെഷർ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ചോദിക്കാം കാൽക്കുലേഷൻ, ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന് പറയുന്ന ഒരു സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിമാൻഡിൽ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് കാൽക്കുലേഷൻ വരാൻ സാധ്യതയുണ്ട്. സെയിം ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് മൈക്രോ എക്കണോമിക്സിന്റെ 5ാമത്തെ ചാപ്റ്റർ ആണ്. 5ാമത്തെ ചാപ്റ്റർ മാർക്കറ്റ് ഇക്വിലിബ്രിയമാണ്. മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം, അതുപോലെ എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ എങ്ങനെ ഉണ്ടാവും എന്ന് പഠിക്കുക. അതുപോലെ മാർക്കറ്റ് ഇക്വിലിബ്രിയം എങ്ങനെയൊക്കെ ഉണ്ടാകുന്നു, 2 സാഹചര്യങ്ങളുണ്ട്. ഫിക്സഡ് നമ്പർ ഓഫ് ഫേംസിന്റെ കേസും ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഫേമിന്റെ കേസും ഉണ്ട്. അപ്പോൾ ആ 2 കേസുകൾ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ പ്രൈസ് സീലിംഗ്, അതുപോലെ ഫ്ലോർ പ്രൈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസ് സീലിംഗ്, ഫ്ലോർ പ്രൈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് മാക്രോ എക്കണോമിക്സിലേക്ക്, ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് 1ാമത്തെ ചാപ്റ്റർ. മാക്രോ എക്കണോമിക്സിന് 1ാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ടത് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് ആണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരു 5 മാർക്ക് വരെ, 4-5 മാർക്കിന് ചോദിക്കാവുന്നതാണ്. എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സിന്റെ ആവിർഭാവം. പിന്നെ ഇതിൽ അല്ലറ ചില്ലറ ചോദ്യങ്ങളുണ്ട്. സ്കോപ്പ് ചോദിക്കാം, ഇമ്പോർട്ടൻസ് ചോദിക്കാം, അതൊക്കെ മാക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ 4 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കുന്ന ഒന്നാണ് സെക്ടേഴ്സ് ഓഫ് ദ ഇക്കോണമി, ഒരു സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളോ. അത് നമുക്കറിയാം, ഫേം, ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടർ ഒക്കെ അറിയാലോ, അതാണ് സാധനം. അതുപോലെ അടുത്ത ചാപ്റ്ററാണ് മാക്രോ എക്കണോമിക്സിന്റെ 2ാമത്തെ ചാപ്റ്ററാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ദേശീയ വരുമാനം കണക്കാക്കൽ. ഇതിൽ ചില ഗുഡ്സുകളൊക്കെ പഠിച്ചു വെക്കുക. അതിൽ 1ാമത്തെ ഗുഡാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്. ഇന്റർമീഡിയറ്റ് ഗുഡ് എന്താണെന്ന് കൃത്യമായിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എക്സാമ്പിളെങ്കിലും ചോദിക്കും. അതുപോലെ തന്നെ നമ്മൾ കൺസംഷൻ ഗുഡുമായി ബന്ധപ്പെട്ട് 2 തരം കൺസംഷൻ ഗുഡുകൾ ഉണ്ട്. അത് ഒന്ന് ഡ്യൂറബിൾ ഗുഡാണ്, മറ്റൊന്ന് നോൺ ഡ്യൂറബിൾ ഗുഡാണ്. അതിൻ്റെ എക്സാമ്പിൾ തന്നിട്ട് തരംതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ചോദിക്കാറുള്ളത്. അതുപോലെ ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. സ്റ്റോക്ക് ഫ്ലോസ് നല്ലൊരു ചോദ്യമാണ്. സ്റ്റോക്ക് ആൻഡ് ഫ്ലോസ് കൃത്യമായിട്ട് ചോദിക്കും. താഴെ തന്നിരിക്കുന്നവയെ സ്റ്റോക്ക് ഫ്ലോസ് എന്നിങ്ങനെ തരംതിരിക്കുക എന്നാണ്. ക്ലാസിഫൈ ദ ഫോളോവിങ് ഇൻ ടു സ്റ്റോക്ക് ആൻഡ് ഫ്ലോസ് എന്നാണ് ചോദ്യം ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ടത് NIT, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. IT - S എന്നാണ് അതിൻ്റെ സമവാക്യം. NIT = IT - S. പിന്നെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ടു സെക്ടർ എക്കോണമി, അതായത് ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയിലെ വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ ചിത്രമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ 2 ഫ്ലോസ് ഉണ്ട്, മണി ഫ്ലോ, റിയൽ ഫ്ലോ. അതിൻ്റെ കൂടെ തന്നെ പഠിക്കേണ്ടതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള essay ക്വസ്റ്റ്യൻ, മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം. അവിടെ നാഷണൽ ഇൻകം എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ള 3 മെത്തേഡുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഇക്വേഷനൊക്കെ കൊടുത്ത് എലാബറേറ്റ് ചെയ്ത് ചെയ്യേണ്ടതാണ്.
പിന്നെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് ഇതിൽ, GDP, GNP, NNP, NDP, GVA എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം പഠിച്ചാൽ മതി എന്നാണ് ഞാൻ പറയുന്നുള്ളൂ. ഇമ്പോർട്ടൻസ് ആയിട്ട് ഞാൻ ഇതിൽ പറയുന്നില്ല. എന്തായാലും ആ എസ് നിങ്ങൾ പഠിക്കണം. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് അത് എന്തായാലും വരുന്ന ഒരു ചോദ്യമാണ്, ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ GDP ഡിഫ്ലാറ്റർ, ഈ ചാപ്റ്ററിൽ തന്നെ ഒരു ചോദ്യമാണ് GDP ഡിഫ്ലാറ്റർ. ചിലപ്പോൾ ഇക്വേഷൻ എഴുതാൻ വേണ്ടി ചോദിക്കുക, അല്ലെങ്കിൽ GDP ഡിഫ്ലാറ്റർ കാണാൻ വേണ്ടി ചോദിക്കും. ക്യാപിറ്റൽ ലെറ്റർ GDP യെ സ്മോൾ ലെറ്റർ GDP കൊണ്ട് ഹരിക്കുക, 100 കൊണ്ട് ഗുണിക്കുക, അതാണ് ഏത് GDP ഡിഫ്ലാറ്റർ എന്ന് പറയുന്നത്. പിന്നെ അതായത് ഡു യു തിങ്ക് ദാറ്റ് GDP ഈസ് എ ബെറ്റർ ഇൻഡെക്സ് ഫോർ മെഷറിംഗ് വെൽഫെയർ, ജസ്റ്റിഫൈ യുവർ ആൻസർ. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ വെൽഫെയർ, രാജ്യത്തിൻ്റെ നേട്ടം അല്ലെങ്കിൽ എന്താ പറയുക ക്ഷേമം അളക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ GDP അളക്കുന്നു, അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം ഉണ്ട്. അതൊരു ജനറൽ ടൈപ്പ് ക്വസ്റ്റൻ ആണ്, പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള ആൻസർ നമ്മുടെ ബുക്കിലുണ്ട്. അത് നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും, നിങ്ങളത് പഠിക്കണം. അതുപോലെ മണി ആൻഡ് ബാങ്കിങ് ആണ്, മാക്രോ എക്കണോമിക്സിന്റെ 3ാമത്തെ ചാപ്റ്റർ ആണ് മണി ആൻഡ് ബാങ്കിങ്. അതിൽ കൃത്യമായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഫങ്ഷൻസ് ഓഫ് ദ മണിയാണ്, പണത്തിൻ്റെ ധർമ്മങ്ങളാണ്, കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ ഡിമാൻഡ് ഫോർ മണി പഠിക്കണം. ഡിമാൻഡ് ഫോർ മണി നമുക്കറിയാം, ട്രാൻസാക്ഷൻ മോട്ടീവ് ഉണ്ട്, സ്പെക്കുലേറ്റീവ് മോട്ടീവ് ഉണ്ട്, പ്രിക്കോഷണറി മോട്ടീവ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ 2 മോട്ടീവെങ്കിലും കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഡിമാൻഡ് ഫോർ മണി, പണത്തിൻ്റെ ചോദനം. ഓക്കെ, അതുപോലെ നമുക്ക് ചോദിക്കുന്ന മറ്റൊന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ചാപ്റ്ററിൽ തന്നെ ലിക്വിഡിറ്റി ട്രാപ്പ് എന്താണെന്ന് പഠിക്കുക, ദ്രവത്വക്കണി എന്താണെന്ന് പഠിക്കുക. അതുപോലെ സപ്ലൈ ഓഫ് മണിയിലെ ലീഗൽ ഡെഫിനിഷൻസ് ഓഫ് മണി, അതായത് M1, M2, M3, M4 അതൊരു കോളത്തിൽ തന്നിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാവും സാധാരണ ചോദിക്കാറുള്ളത്. അത് 2 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കും. അതുപോലെ അതിന് നാരോ മണി ഏതാണ്, ബ്രോഡ് മണി ഏതാണ്, അതുപോലെ അഗ്രഗേറ്റ് മണി റിസോഴ്സ് എന്താണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ എന്താ പറയുക പിന്നെ മണി മൾട്ടിപ്ലയർ, അതിൻ്റെ ഇക്വേഷൻസ് ഒന്ന് ഓർമ്മയിൽ വെക്കണം. മണി മൾട്ടിപ്ലയർ എന്താണെന്നുള്ളതിൻ്റെ ഇക്വേഷൻ, അതായത് M/H = 1 + CDR ഡിവൈഡഡ് ബൈ CDR + RDR എന്നാണ് പറയുന്നത്. അതുപോലെ സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസ് പഠിക്കുക. അത് കുറച്ച് എലാബറേറ്റ് ചെയ്ത് ഒരു 8 മാർക്കിൻ്റെ ചോദ്യമായിട്ടൊക്കെ വരാറുണ്ട്. 8 പോയിന്റ് ആണുള്ളത്. ഇനി അത് 8 മാർക്കിന് ചോദിച്ചില്ലെങ്കിൽ 4 മാർക്കിന് ഏതെങ്കിലും 3 ഫംഗ്ഷനൊക്കെ എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ മോണിറ്ററി പോളിസി, അതിൻ്റെ ഇൻസ്ട്രുമെന്റ്സ് അത് കൃത്യമായിട്ട് പഠിച്ചോ. മോണിറ്ററി പോളിസിയും അതിൻ്റെ ഇൻസ്ട്രുമെന്റ്സും, ബാങ്ക് റേറ്റ്, റിസർവ് റേഷ്യോ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ നമ്മുടെ സ്ഥിരമായിട്ട് അങ്ങനെ ചോദിക്കാത്തൊരു ചോദ്യമാണ് ഫങ്ഷൻസ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്, വാണിജ്യ ബാങ്കിൻ്റെ ധർമ്മങ്ങൾ. ഓക്കെ, അത് ഇപ്രാവശ്യമൊക്കെ ചോദിക്കാൻ സാധ്യത കാണുന്നുണ്ട്, വാണിജ്യ ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്താണെന്നുള്ളത് കേട്ടോ. 3 തരം ധർമ്മങ്ങളുണ്ട്, പ്രൈമറി ഫംഗ്ഷന്, അതുപോലെ സെക്കൻഡറി ഫംഗ്ഷൻ, പിന്നെ 3ാമത്തേത് ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊക്കെ വിവരണങ്ങളുണ്ട്, കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. 4ാമത്തെ ചാപ്റ്ററാണ് മാക്രോ എക്കണോമിക്സിലെ ഇൻകം ഡിറ്റർമിനേഷൻ. ഇൻകം ഡിറ്റർമിനേഷനിൽ ചോദിച്ചു കാണുന്ന 2 മാർക്കിന് ചോദ്യമുണ്ട് എക്സാൻഡെ ആൻഡ് എക്സ്പോസ്റ്റ്. എക്സാൻഡെ എന്ന് പറയും, അതുപോലെ തന്നെ എക്സ്പോസ്റ്റ് എന്താണെന്ന് ജസ്റ്റ് വിവരിക്കാൻ വേണ്ടി ചോദിക്കും. അതുപോലെ എക്സാൻഡെ അഗ്രഗേറ്റ് കൺസംഷൻ, അത് കൺസംഷൻ എന്താണ്, കൺസംഷൻ്റെ ഘടകങ്ങൾ ഏതാണ്, APC, APS, MPC, MPS, അതിൻ്റെ ഇക്വേഷൻ ചോദിക്കാറുണ്ട്. അതുപോലെ ഈ അഗ്രഗേറ്റ് ഡിമാൻഡ്, അഗ്രഗേറ്റ് സപ്ലൈ, അഗ്രഗേറ്റ് ഡിമാൻഡ്, മൊത്തം ചോദനം, മൊത്തം പ്രധാനം, ആ മൊത്തം ചോദനത്തിന്റെ ഘടകങ്ങൾ കൺസംഷനും ഇൻവെസ്റ്റ്മെന്റും, അത് സ്ഥിരം ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ ഒരു അതായത് ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഇൻ എ ക്ലോസ്ഡ് എക്കോണമി, ഒരു അടഞ്ഞ സമ്പദ് വ്യവസ്ഥയിൽ ഇൻകം ഔട്ട്പുട്ട്, അതായത് വരുമാനവും ഉൽപ്പന്നവും തമ്മിലുള്ള ഇക്വിലിബ്രിയം എങ്ങനെയാണെന്നതിനെ കാണിച്ചുകൊണ്ട് ഒരു ചോദ്യം വരാറുണ്ട്. അതായത് നമ്മുടെ ADയും അഗ്രഗേറ്റ് ഡിമാൻഡും അഗ്രഗേറ്റ് സപ്ലൈയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു കർവൊക്കെ വരച്ചിട്ടുള്ള സംഗതിയാണ്, നിങ്ങൾക്ക് അറിയണ്ടാകും. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ ആണ്. ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ എങ്ങനെ കണക്കാക്കുക എന്നുള്ള ചോദ്യം വരാറുണ്ട്. K = 1/1 - MPC ആണ്, അല്ലെങ്കിൽ K = 1/1 - C, അല്ലെങ്കിൽ K = 1/MPS. ഓക്കെ, ഇതാണ് സമവാക്യം. ഓക്കെ, പിന്നെ നമുക്ക് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, സമ്പാദ്യത്തിൻ്റെ വിരോധാഭാസം, അത് ലാസ്റ്റ് പാർട്ടായിട്ട് അങ്ങനെ കിടക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഞാനിത് ഓടിച്ചു പറഞ്ഞതാണ്, നിങ്ങൾ ഒരു വല്ലാതെ വലിച്ചു നീട്ടിയിട്ട് പിന്നെ എല്ലാ വീഡിയോയിലും പല വീഡിയോകളിലാക്കി ഉൾപ്പെടുത്തണ്ട എന്ന് വിചാരിച്ച് വലിച്ചു നീട്ടി പറഞ്ഞതാണ്. എന്തായാലും നിങ്ങൾക്ക് ഇതിൽ പറയുന്ന ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആദ്യം നോട്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ ബുക്കിലുള്ള, നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ അതിൽ, നോട്ട് ബുക്ക് ആണെങ്കിൽ അതിൽ, എന്താണ് നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ വെച്ചാൽ അതിൽ ഈ പറയുന്ന ചാപ്റ്റേഴ്സ് അനുസരിച്ച് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. കൃത്യമായി
നന്നായിട്ട് പഠിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് 100% ഉപകരിക്കുന്നതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ പുതിയ വീഡിയോ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. പ്രത്യേക ഒരു കാര്യം പറയട്ടെ, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, വലിച്ചു നീട്ടലാണ്. നിങ്ങൾക്കത് അസൗകര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. എങ്ങനെയാണ് നിങ്ങൾക്ക് ചാനലിൽ വീഡിയോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷം. അതിനനുസരിച്ച് നമ്മൾ വീഡിയോ അറേഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ, മാത്രമല്ല ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ മുൻപേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മക്കളെടുത്ത് കാണാൻ ശ്രമം നടത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.